കൃത്യം 3:30 ഈ ചർച്ചയുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്ന. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. വളരെ നിർണായകമായ കൂടിക്കാഴ്ച. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്താകും നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് CPI ഈ വിഷയത്തിൽ എന്നുള്ളത്. ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, ഇതിൽ നമുക്കറിയാം CPI ഒരൊറ്റ നിലപാടിൽ തന്നെയാണ്, ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം. CPI ആകട്ടെ പിന്നോട്ടില്ല എന്ന നിലപാടും. അങ്ങനെ വരുമ്പോൾ ഇതിൽ എവിടെയാണ് സമവായ സാധ്യത? അതിനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ? നിലവിൽ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെയാണ് ഇത് ഒപ്പിട്ടത് എന്നതിൽ വിയോജിപ്പുണ്ട് CPIക്ക്. കൂടാതെ ഈ പദ്ധതിയോട് തന്നെ വിയോജിപ്പുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഇനിയൊരു പിന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ എവിടെയാണ് സമവായത്തിനുള്ള സാധ്യത? അനുജ, സമവായത്തിനുള്ള ഒരു സാധ്യതയും ഈ നിമിഷം വരെ ഉരുത്തിരിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിലുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി പുതുതായി എന്തെങ്കിലും ഒരു നിർദ്ദേശം വെക്കുമോ എന്നത് മാത്രമാണ് ഇനി സമവായം ഉണ്ടാകാനുള്ള ഒരു ഏക സാധ്യത എന്ന് പറയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ CPI ആവശ്യപ്പെടുന്നത് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുക എന്നത് എത്രത്തോളം പ്രായോഗികമായ ആവശ്യമാണ് എന്ന സംശയം ഒരു വശത്ത്. എന്നാൽ മറുവശത്ത് ഇത്തരത്തിൽ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാടിലാണ് CPIM ഉള്ളത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷവും MV ഗോവിന്ദൻ തന്നെ അത് പ്രഖ്യാപിച്ചു. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയും അത് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവിടെ CPIM ഈ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. എന്നാൽ CPI ആകട്ടെ രേഖാമൂലം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും LDFന്റെ കൺവീനർ TP രാമകൃഷ്ണനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ്. അങ്ങനെ പിന്മാറിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കും എന്നതാണ് CPIയുടെ മുന്നറിയിപ്പ്. അതിനപ്പുറത്തേക്കുള്ള കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യവും CPIക്കകത്തുണ്ട്. എന്തായാലും ഇതുവരെ CPI നേരത്തെ സ്വീകരിച്ച നിലപാട്, അതായത് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ CPI നിൽക്കുകയാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തോടു കൂടിയാണ് പ്രധാനമായും ഒരുപക്ഷെ മുഖ്യമന്ത്രി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫണ്ട് നമുക്ക് വേണം, അത് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല എന്നത് പറയാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ല, ഫണ്ടിന് വേണ്ടി മാത്രം ഒപ്പിട്ടതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിനോടകം പലകുറി ആവർത്തിച്ചു കഴിഞ്ഞതാണ്. സിലബസിൽ മാറ്റം വരുത്തില്ല, അത് സംസ്ഥാനം തീരുമാനിക്കുന്ന രീതിയിലാകും. അപ്പോൾ അങ്ങനെയൊന്നും ആശങ്ക വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു അനുനയ നീക്കം അതാകുമോ മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത്? അനുജ, ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുകയാണെങ്കിൽ അവർ നിഷ്കർഷിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളും അത് നടപ്പിലാക്കണമെന്ന ആവശ്യം കൂടി അതിനൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെ ഫണ്ട് കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര മാനവശേഷി വിഭവ മന്ത്രാലയത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. ഫണ്ട് വാങ്ങിയ ശേഷം മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് എത്രത്തോളം നടപ്പിലാകുമെന്ന കാര്യം സംശയമാണ്. മാത്രമല്ല, ഈ മേൽനോട്ടത്തിന് സമിതി എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗങ്ങൾ പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഈ PMC പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് പണം വാങ്ങിയ ശേഷം പിന്നീട് എന്ത് സബ് കമ്മിറ്റി ഉണ്ട്, സബ് കമ്മിറ്റി വെച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. ഈ കാര്യത്തിൽ CPIക്ക് സ്വീകാര്യമായ ഒരു പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ഈ ധാരണാപത്രത്തിൽ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമവായം അകലാനാണ് സാധ്യത. കാരണം CPI തങ്ങൾക്ക് അഭിമാനക്ഷതം ഏറ്റു എന്നുള്ള ഒരു വികാരത്തിലാണുള്ളത്. ആ അഭിമാനക്ഷതം പരിഹരിക്കാനുള്ള പര്യാപ്തമായ നിർദ്ദേശങ്ങൾ, സമവായ ഫോർമുലകൾ ഉരുത്തിരിഞ്ഞേ മതിയാവൂ എന്നാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത്. അതാണ് ഏതായാലും അല്പസമയത്തിനകം 3:30 എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ച നടക്കും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടിലേക്കാണ് CPI എത്തുക എന്നുള്ളത് ഈ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുന്നത് അനുസരിച്ചാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ആലപ്പുഴ വേദിയാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.